എല്ലാവരും സുഖമല്ലേ? ഇന്നൊരു സ്പെഷ്യൽ മസാല ഇട്ടിട്ട് മസാല ദോശ ചെയ്യാം. ഉരുളക്കിഴങ്ങിന് പകരം പനീറാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈസിൽ പനീർ എടുത്തിട്ടുണ്ട്. അരക്കഷ്ണം സവോള, പിന്നെ ഒരു കപ്പോളം ബീൻസ് പൊടിയായി അരിഞ്ഞത്, മേത്തി ലീവ്സ് 1 ടേബിൾ സ്പൂണ്, ഉപ്പ്, ലൈം അരക്കഷ്ണം, പച്ചമുളകൊന്ന്, കായംപ്പൊടി, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് സവോളയും പച്ചമുളകും പൊടിയായി അരിഞ്ഞ് വെക്കാം. പനീറിനെ പൊടിച്ച് വെക്കാം. പിന്നെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവോളയും ബീൻസും ഇട്ട് വഴറ്റുക. മസാലേൻ്റെ അകത്ത് സവോള കടിക്കാൻ കിട്ടണം. ബീൻസിൻ്റെ പച്ചമണം മാറിയാൽ മതി. അതുകൊണ്ട് വല്ലാണ്ട് സോഫ്റ്റ് ആവണ്ട. ഇതിലേക്ക് ഉപ്പും ബാക്കി മസാലകളും ഇടാം. മേത്തി ലീവ്സ്, മുളക് പൊടി, കായംപ്പൊടി, പച്ചമുളക് അതൊക്കെ ഇടുക. ഈ പൊടിക്ക് പകരം നമ്മൾ ഇഡ്ഡലി പൊടിയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഇതിലേക്ക് പനീറും ഇട്ട് ലൈമും പിഴിഞ്ഞൊഴിക്കുക. ലൈമ് മസ്റ്റാണ്. ഇത് ഒരുപാട് നേരമൊന്നും കുക്കാവണ്ട. ഇതൊന്ന് മിക്സായി കിട്ടിയാൽ മതി. എന്നിട്ടത് ഓഫ് ചെയ്യുക. ഇനി ദോശ ഒഴിക്കുക. ദോശ ഒന്നൊരു 10-30 സെക്കൻഡ് ചൂടാവുമ്പോൾ മസാല ഇടുക. പച്ചമാവിൻ്റെ അകത്തേക്ക് മസാല ഇടരുത്. എന്നിട്ട് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്യുക. മേലെ കുറച്ച് നെയ്യോ എള്ളെണ്ണയോ ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എള്ളെണ്ണ ഇടുന്നത്. എപ്പോഴും ഉരുളക്കിഴങ്ങാവുമ്പം വീണ്ടും കാർബ്സ് തന്നെ കഴിക്കുന്ന പോലെ ഉണ്ടാവും. അതിന് പകരം കുറച്ച് പ്രോട്ടീനായിട്ട് പനീർ ഇട്ടാൽ നല്ലതാണ്. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും പറയുന്നില്ല, പക്ഷേ ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് കേട്ടോ.